കൂടോത്രം. പൊളിയല്ലേ പേര്? ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആ സിനിമ കാണാനുള്ളൊരു ജ്വരം അങ്ങോട്ട് കയറി വരും. അങ്ങനെയാണ് ഞാൻ ഈ പടത്തിന് കയറിയത്. ഞാൻ ഒബ്വിയസ്ലി നിങ്ങൾ ഊഹിക്കുന്ന പോലെ തന്നെ തിയേറ്റർ അത്ര ഫുള്ളൊന്നും ആയിരുന്നില്ല. കുറേ പേര് അവിടെ ഇവിടെ സ്പ്രെഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്ന ഒരു സിനിമാ ഹാള്, തിരക്കേറിയ സിനിമാ ഹാളായിരുന്നു മുമ്പത്തെ പടം ഇറങ്ങിയപ്പോൾ. ഇപ്പോൾ ഇല്ല. അങ്ങനത്തെ ഒരു 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 വൈബ്രൻ്റ് അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഓഡിയൻസിൻ്റെ ഭാഗത്ത് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ആസ് എ സ്പെക്ടേറ്റർ എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. നൗ ഓഡിയൻസിന് ഇഷ്ടപ്പെടാത്തതിനുള്ള മെയിൻ കാരണം നിങ്ങൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ ശ്രദ്ധയിൽപ്പെടും. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദി ഫാക്റ്റ്, ബട്ട് ഓൾസോ പുതുമുഖങ്ങൾ, ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർഡം ഇല്ലാത്തത് കൊണ്ട് അധികം തിളക്കം കിട്ടാഞ്ഞു പോയൊരു സിനിമ. പക്ഷേ ഇതിൽ പിന്നിൽ വർക്ക് ചെയ്തൊരു ഹാർഡ് വർക്ക് ഇതിൽ ഉടനീളം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആൻഡ് മോറോവർ ബുക്ക് മൈ ഷോയിൽ നല്ല റേറ്റിങ്ങോട് ഓടുന്നതാണ്. ആനോമിക്ക് ഐ തിങ്ക് 8.8, ദിസ് വൺ ഹാസ് 9.7. 9.7 റേറ്റിങ്ങിൽ ഓടുന്ന ഒരു സിനിമയാണെന്നൊരു കാര്യം കൂടി ഓർക്കണം. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ. ആൻഡ് മോറോവർ സ്റ്റാർട്ടമുള്ള പടങ്ങൾ തന്നെ കാണാൻ നിർബന്ധമൊന്നുമില്ലല്ലോ. ഐ മീൻ യു ഹാവ് ടു ഗിവ് ഓപ്പർച്യൂണിറ്റീസ് ടു അതേഴ്സ് ആസ് വെൽ, ഇൻക്ലൂഡിങ് മീ. സോ അബൌട്ട് ദ മൂവി, ഹൊറർ, സൈഫൈ, പിന്നെ വേറെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ദിസ് ഓഫ് കോഴ്സ് ഡ്രാമ, ഫാമിലി, ഫാൻറ്റസി ഓൾസോ. ഓ മൈ ഗാഡ്. ഇതിൻ്റെ ഒരു 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 സിനോപ്സിസ് അല്ല, എന്തായിരിക്കും കഥ? ട്രെയിലർ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് വായിച്ചാൽ മതി, ഞാൻ വായിച്ചു തരാം. Set in Verlimala, Heduki, obviously, where the story unfolds against a backdrop of innocent, pure-hearted, പാവങ്ങൾ, humans who are intertwined with the land and the animals. The ultimate victory belongs to the god, of course, not demons, the fallen. ഇത്രയേ ഉള്ളൂ എഴുതിയിട്ടുള്ളൂ. ആൻഡ് ഇതിനോടൊപ്പം ക്ലൈമാക്സിനോട് ചേർന്നിട്ട് ഒരു കാന്താര ഫീലിങ്ങും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം കിട്ടുന്നുണ്ടാവും കഥ എന്തായിരിക്കും എന്നുള്ളത്. ഇനി കഥ എന്താണെന്ന് മനസ്സിലാവാനായിട്ട് ഇതിന് ട്രെയിലർ ഒന്ന് കണ്ടാൽ മതി. ട്രെയിലറിലെ ക്ലൈമാക്സ് ഒഴികെ ബാക്കി സിനിമ മൊത്തം എടുത്ത് കാണിച്ചിട്ടുണ്ട്. എത്ര മിനിറ്റ് ഉണ്ടാവും? യെസ്, 2 minutes and 30 seconds. അതിൻ്റെ ഉള്ളിൽ ഈ കഥ എന്തായിരിക്കും എന്നുള്ളൊരു ഒരു ഒരു സിനോപ്സിസ് ഇത് വായിക്കാതെ തന്നെ, സിനിമ കാണാതെ തന്നെ നമുക്ക് തരുന്നുണ്ട്. ട്രെയിലർ ആരാ ഡിസൈൻ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ആള് ഡിഡ് എ ഗുഡ് ജോബ് ഓർ ബാഡ് ജോബ് ആയിട്ടുണ്ടോ. പക്ഷേ കഥ ഏകദേശം വെളിവായിട്ടുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ്, എന്തായിരിക്കും നടക്കുക എന്നുള്ളത്. കാസ്റ്റ് ഓബ്വിയസ്ലി ബൈജു എഴുപ്പുന്ന ആസ് വാവച്ചൻ. ബൈജു എഴുപ്പുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പഴയകാല സിനിമകളിൽ വില്ലൻ്റെ സൈഡ് കിക്കായിട്ട് വന്ന് വെറുതെ വേണ്ടാത്ത ഡയലോഗ് അടിച്ച് ഇടി എരന്ന് വാങ്ങിക്കുന്ന ആ ഒരു സൈഡ് കിക്ക് ബൈജു എഴുപ്പുന്ന ഹെസ്. സോ ഇതിൽ കക്ഷി ഒരു ഹീറോ ആണ്. കക്ഷിയുടെ തന്നെയാണ് പടം, കക്ഷിയുടെ തന്നെയായിരിക്കും സ്റ്റോറി. യെസ്, ഐ തിങ്ക് ഹി റോട്ട് ഇറ്റ് ഔട്ട്. ഹി ഹാസ് ടു ബി ദ റൈറ്റർ ആസ് വെൽ. ആൻഡ് പുതുമുഖങ്ങളായ ഡിനോ പൗലോ, റേഷൽ ഡേവിഡ്, സാഞ്ജന, സലീം കുമാർ, നോട്ട് ചെറിയ റോളുകൾ, എന്നാലും ഐ എം ഹാപ്പി ടു സീ ഹിം ബാക്ക് ഇൻ ദ തിയേറ്റേഴ്സ് മൂവീസ്. സാജു നവോദയ ഇതൊക്കെ തന്നെ. സന്തോഷ് ഇടുക്കി ഈസ് ദ റൈറ്റർ ആൻഡ് സ്ക്രീൻ പ്ലേ. ബൈജു എഴുപ്പുന്ന ഇസ് ദ ഡയറക്ടർ ആൻഡ് ദി ഹീറോ. സോ ഹീ ഈസ് നോട്ട് ദി സ്റ്റോറി റൈറ്റർ. സ്റ്റോറി റൈറ്റർ ഇസ് ബൈ സന്തോഷ് ഇടുക്കി. ആളുടെ സ്ഥലത്ത് തന്നെയാണ് ഷൂട്ടിങ്ങൊക്കെ നടന്നിരിക്കുന്നത്. ഗോപി സുന്ദരസ് മ്യൂസീഷ്യൻ. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പാട്ടും BGM ഒക്കെ കേൾക്കുമ്പോൾ അങ്ങോട്ട് രോമാഞ്ചമൊന്നും ഫീൽ ചെയ്തില്ല, ബട്ട് ഒരു ഓളം. ജിസ്പിൻ സെബാസ്റ്റിൻ്റെ സിനിമാറ്റോഗ്രാഫർ ഓബ്വിയസ്ലി ഇടുക്കി. വെരി ഗുഡ് ചോയ്സ് ഗൈസ്. കൊള്ളാം. ഷിജി ജയദേവൻ ഇസ് ഓൾസോ സിനിമാറ്റോഗ്രാഫർ, രണ്ടുപേരുണ്ടായിരുന്നു. ഗ്രേസൺ ACA ആസ് എഡിറ്റർ. സ്പെഷ്യൽ എഫക്ട്സ് വളരെ അത്യാവശ്യമുള്ള മൂവിയാണ്, എസ്പെഷ്യൽ ക്ലൈമാക്സ്. ഫീനിക്സ് പ്രഭു ആസ് ആക്ഷൻ ഡയറക്ടർ. ഇടി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അത് ഒരു പഞ്ചങ്ങോട്ട് പോരായിരുന്നു. റെജി ജോർജ് കൊണ്ണത്തറയിൽ പേരൊക്കെ ഇങ്ങനെ പറയും, ക്രോ പ്രൊഡ്യൂസറാണ്, മാപ്പാക്കണം. മിസ്റ്റർ രാജകൃഷ്ണൻ ആസ് ഓട്ടോഗ്രാഫർ. അപ്പോൾ അതാണ് ഗൈസ്. ബുക്ക് മൈ ഷോയിൽ 9.4 ആണ് റേറ്റിംഗ്, 10. അതൊന്ന് ഓർത്ത് നോക്കണം. അപ്പോൾ അത്ര റേറ്റിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ ദ ഹാസ് ടു ബി സംതിങ് ഇൻ ദ മൂവി ഗൈസ്. കാണണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ സിനിമകൾ കണ്ട് ഹരം കൊള്ളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ലൈക്ക് ഈ സ്റ്റാർഡം അല്ലെങ്കിൽ സ്റ്റാറുള്ള സിനിമകൾ മാത്രമേ കാണുള്ളൂ
എങ്കിൽ ആ പടം നിങ്ങൾക്കായിരിക്കില്ല. ബട്ട് ഐ റെക്കമെൻഡ് യു ഗൈസ് വാച്ചിങ് ഇറ്റ്. ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരണം. എന്നാലല്ലേ എന്താ പറയുക, ആൾക്കാർക്ക് ഒരു ഈവൻ ചാൻസ് കിട്ടുള്ളൂ അവരെ കഴിവുകളൊക്കെ ഒന്ന് പുറത്തെടുക്കാനായിട്ട്. ലൈക്ക് ഈ പടം കാണുമ്പോൾ അറിയാം ഇതിൻ്റെ അണിയറയിൽ എത്ര ഹാർഡ് വർക്ക് എടുത്തു എന്നുള്ളത്. ആൻഡ് മോറോവർ ഈ സിനിമയുടെ അണിയറകൾ ഓൾറെഡി ക്ലെയിം ചെയ്ത് കഴിഞ്ഞു. ദിസ് ഇസ് ഹിറ്റ്. അവർ ഇറക്കിയ ക്യാഷ് മുതലാക്കിയിട്ടുണ്ട് ഈ പടത്തിൽ. സോ they did a celebration recently and it was the YouTube as well. So that's why I came to know because കൊള്ളാം, പടം കൊള്ളാം, അത്ര തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഈ പറഞ്ഞ സിനോപ്സിസ്, ഐ മീൻ ആ കഥ അതൊക്കെ കൊള്ളാം. നിങ്ങൾ ട്രെയിലർ ഒന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ആൻഡ് വൈജി എഴുപ്പുന്ന ആളുടെ കഴിവുകൾ എത്രയുള്ളത്. ആൻഡ് ഹീ ഹാസ് ഷൈൻഡ് ഇൻ ഫിലിം. ലൈക്ക് ആളുടെ ഒരു വേറിട്ട ഒരു ഭാഗം, ലൈക്ക് ഇടി കൊള്ളാൻ വേണ്ടി മാത്രമല്ല, ഇങ്ങനത്തെ റോളുകളൊക്കെ എനിക്ക് ചെയ്യാം എന്നിട്ട് കാണിക്കുന്ന ഒരു സിനിമയും കൂടെയാണ്. ഹാറ്റ്സ് ഓഫ് ടു ദി എൻറ്റയർ ടീം, എസ്പെഷ്യലി ടു ദി ഡയറക്ടർ ആൻഡ് ദി ഹീറോ ഓഫ് ദി ഫിലിം എന്ന് പറഞ്ഞുകൊണ്ട് ആസ് യൂഷ്വൽ സെമ്പേ സമ്മിക്കണം, ഭയങ്കരമായി രുചിക്കണം. അടുത്ത പടത്തിൻ്റെ റിവ്യൂവിൽ കാണാം.